ഹായ് ഹലോ എവരി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, സെൻസെക്സ്, മിഡ് ക്യാപ് നിഫ്റ്റി പ്ലസ് ക്രൂഡ് ഓയിൽ നമുക്ക് എല്ലാവരുടെ അനാലിസിസ് ചെയ്യാം. ഈ അനാലിസിസ് ഓൺലി ഫോർ ലേണിംഗ് പർപ്പസ് ആണ്. മണ്ടത്തേക്കുള്ള അനാലിസിസ് ആണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. സോ ലേൺ ചെയ്യാതെ നമ്മൾ സ്ട്രാറ്റജി നിഫ്റ്റി അനാലിസിസ് കിടക്കാം. നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ബ്ലീഡിയാണ്, റൈറ്റ്? ബ്ലീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലപോലെ ഫോൾ നമുക്ക് കിട്ടി. നമ്മുടെ ലാസ്റ്റ് ഷെയർ ചെയ്ത ലെവൽ എന്തായിരുന്നു? ഞാൻ 2 പ്രാവശ്യം റീൽസും ഉണ്ടാക്കി, ഇതിലൊക്കെ ഞാൻ ചെയ്തായിരുന്നു. പറഞ്ഞു തരാം. 26,120 ഇതാണ് ഡിസൈഡർ ലെവലാണ്. ഇത് ഈ ഒരു ലെവലായിരുന്നു അത്, റൈറ്റ്? ഈ ഒരു ലെവൽ ഇതിൻ്റെ 26,120 ഇതിൻ്റെ ബിലോ പ്രൈസ് പോയ ഇത് ഡിസൈഡർ ലെവലാണ്. ഇതിൻ്റെ ബിലോ പോയ പിന്നെ മൊത്തം മീൻസ് ഒത്തിരി ഇത് നമുക്ക് മൂവ് നമുക്ക് കിട്ടും. ബട്ട് ക്ലോസിങ് ഇതിൻ്റെ ബിലോ വരാൻ പാടില്ല. പ്രൈസ് എന്ത് ചെയ്തു? പോയി ക്ലോസിങ് കിട്ടി, പിന്നെ ബാറും പിന്നെ ഇതിൻ്റെ താഴത്തെ സപ്പോർട്ടിൽ തിരിച്ച് മുകളിൽ കയറി, പിന്നെ വീണ്ടും ഫോൾ. ദാറ്റ് മീൻസ് നെക്സ്റ്റ് ഡേ നമുക്ക് കിട്ടിയത് നെക്സ്റ്റ് 2 days കണ്ടിന്യൂ നല്ല ഒരു ഫോൾ നമുക്ക് കിട്ടി. ഇത് ഡിസൈഡഡ് ലെവലായിരുന്നു. അതുകൊണ്ടാണ് പ്രൈസ് ഇത്രയ്ക്ക് ഫോൾ ചെയ്ത് ഇങ്ങനെ. അതാണ് നമ്മുടെ ആ മെയിൻ ലെവൽ നമ്മൾ ബ്രേക്ക് ആയാലുണ്ടല്ലോ, പിന്നെ ക്ലോസിങ് കിട്ടിക്കഴില്ല, ഡെയിലി ടൈം ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ നമുക്ക് കിട്ടാനുള്ള ഫോൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. പിന്നെ ഇത് നമുക്ക് നെക്സ്റ്റ് എന്താണ് നമുക്ക് അതാണ് ഇപ്പോൾ ഡിസൈഡ് ചെയ്യാനുള്ളത്, റൈറ്റ്? നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഡെയിലി ടൈം ഫ്രെയിമിൽ പ്രൈസ് ബിഗർ ടൈം ഫ്രെയിമിൽ ഈ ലൈൻ, ഈ സപ്പോർട്ട് ലൈൻ ഇതുപോലെ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പ്രൈസ് കണ്ട ഈ ഒരു 1 2 3 4 5 ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞായിരുന്നു, അതും വരെ പ്രൈസ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇനി പ്രൈസിന് സപ്പോർട്ടാണ് നോക്കാനുള്ളത്. ഇതൊക്കെ എല്ലാം ഞാൻ ഡിലീറ്റ് ചെയ്യുന്നു. ഈ ലെവലിൻ്റെ ആവശ്യം വരുന്നില്ല. നമുക്കിനി വീണ്ടും അനലൈസിസ് ചെയ്യേണ്ടി വരും. ഓക്കെ, എങ്ങനെയാണ് ഇപ്പോൾ റീഡ് ചെയ്യാനുള്ളത്? പ്രൈസ് താഴെ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് പോകുന്നത് 1 2 ഇത് തേർഡാണ്, റൈറ്റ്? തേർഡിൻ്റെ പ്രൈസ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് ഇവിടുന്ന് പ്രൈസ് ഇത് ഫുൾ 1, ഇത് 2, ഇത് ഫുൾ തേർഡ്, ഇവിടെ വരെ തേർഡാണ്, റൈറ്റ്? ഈ ഏരിയ ഇത് തേർഡ് അടിച്ചേക്കാനാണ്. തേർഡിൻ്റെ ഹൈ അടിച്ച് തേർഡിൻ്റെ നമ്മൾ ഇൻറ്റേർണൽ മൂവ്സ് കൗണ്ട് ചെയ്യുകയാണെങ്കിൽ പ്രൈസ് പോയേക്കും 1 2 3 4 ആൻഡ് ഇത് 5th. ആൻഡ് ഇവിടെ നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആയിപ്പോയി എന്ന് പറയാൻ, ഇവിടെ ഡയഗണൽ പാറ്റേൺ ഉണ്ടാക്കിയവർ ഇത് കണ്ടോ? യെസ്, നമ്മുടെ ഒരു മിസ്റ്റേക്ക് ആയിപ്പോൾ. മിസ്റ്റേക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ എക്സ്പെക്ട് ചെയ്തു പ്രൈസ് അവിടെ നിന്ന് ഇവിടെ വരെ പോയിട്ട് പിന്നെ ഫോൾ തരുമെന്നാണ് എക്സ്പെക്ട് ചെയ്തത്. ബട്ട് പ്രൈസ് മാർക്കറ്റാണ് ന്യൂസ് നേരത്തെ കിട്ടിയവർക്ക് അവർ എന്താ വെച്ചാൽ അതനുസരിച്ച് മൂവ് ചെയ്തു, റൈറ്റ്? നോക്കുകയാണെങ്കിൽ 100% ആ ഒരു 11% പോലും ടച്ച് ചെയ്തിട്ടില്ല. 111% അത് ടച്ച് ചെയ്യാതെ 107 ശരിക്കും അവിടെ പോകേണ്ടതാണ് പ്രൈസ്. അത് പോവാതെ ബ്രേക്ക് ഡൗൺ കാണിച്ച് ഞാൻ പ്രൈസ് അത്രയ്ക്ക് ഷോൾ നമുക്ക് കിട്ടി. ഞാൻ എക്സ്പെക്ട് ചെയ്തത് പ്രൈസ് 25,500 600 ആ ഏരിയ വരെ പോയിട്ട് പിന്നെ റിജക്ഷൻ തരുവാണെങ്കിൽ അടിപൊളി മൂവ് താഴേക്ക് നമുക്ക് കിട്ടിയിട്ട് ക്യാപ്ചർ ചെയ്യാൻ പറ്റിയത്. പക്ഷേ പ്രൈസ് സെല്ലിംഗ് പ്രഷർ കൂടുതലായി പോയി. പ്രൈസ് അതിൻ്റെ മുന്നേ തന്നെ പ്രൈസ് ഫോൾ ചെയ്തു. മനസ്സിലായോ ഞാൻ എന്താ ഉദ്ദേശിച്ചത്? തേർഡിൽ 5 മൂവ്സ് ഐ തിങ്ക് കഴിഞ്ഞിട്ടുണ്ടാവും. ഇത് 1, ഇത് 2, ഇത് 3, ഇത് 4 ആൻഡ് ഇത് 5. 5th എന്തായിരിക്കും? ഡയഗണൽ പാറ്റേൺ പെർഫെക്റ്റ്ലി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി പ്രൈസ് നെക്സ്റ്റ് എന്താണ്? ഇനി എനിക്ക് ഇത് തോന്നുന്നുണ്ട്, 2 സിനാരിയോസാണ് ഞാൻ പറയാനുള്ളത്. എനിക്ക് പ്രോപ്പർലി എനിക്കതൊന്നും പറയാൻ പറ്റത്തില്ല. സോ റീസൺ മാർക്കറ്റ് ഇത്തിരി കൺഫ്യൂസിങ് ആണ്. സ്ട്രക്ചർ ന്യൂസ്, ഗ്ലോബൽ ന്യൂസ് പോലത്തൊക്കെ എല്ലാം ഇത്തിരി കൂടുതൽ ഫ്ലോയിലാണ്. സോ അതുകൊണ്ട് 2 സിനാരിയോ ഞാൻ പറയാം. ഫസ്റ്റ് ഇത് 1, ഇത് 2, ഇത് 3 ആണ്. ഓക്കെ, ഇത് 3 ദെൻ 4th. പക്ഷേ 2യുടെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല, റൈറ്റ്? 4 ആൻഡ് ദെൻ 5th മേ ബി വീണ്ടും. സോ ആ ഒരു സിനാരിയോ എന്തായാലും ബിഗർ ടൈം ഫ്രെയിമിൽ വീണ്ടും ലീഡിങ് ഡയഗണൽ പാറ്റേൺ ബിഗർ ടൈം ഫ്രെയിമിൽ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും ആ ഒരു സിനാരിയോയിൽ. ബട്ട് ആ ഒരു എന്താ ചെയ്യുക? 2യുടെ ലോ ബ്രേക്ക് ചെയ്യാനോ പാടില്ല. വീണ്ടും പറയണതാണ്. ഓക്കെ, 2യുടെ ലോ ബ്രേക്ക് ചെയ്യാൻ പാടില്ല ഈ ഒരു സിനാരിയോ, റൈറ്റ്? സോ ഇത് ഞാനിപ്പോൾ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഇവിടുന്ന് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ ഇങ്ങനെ വരച്ച് വെക്കുക എന്ന് നോക്കൂ. യെസ്, ഓക്കെ, ഇത് ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ ഇങ്ങനെ. സോ പ്രൈസ് ഇനി നമ്മുടെ ഈ സപ്പോർട്ട് ട്രെൻഡ് ലൈൻ്റെ അവിടെ വരാനുള്ള ചാൻസസ് വീണ്ടും നമുക്ക് കാണുന്നുണ്ട്. ഓക്കെ, അത് ഇങ്ങനത്തെ ഒരു ചാനൽ ടൈപ്പായി എന്ന് പറയാം. ഓക്കെ, റൈറ്റ്? ഓക്കെ, ഇനി ഇത്ര വരെ ഓപ്പായി. പിന്നെ ഇപ്പോൾ സിയിൽ ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് എന്തായി? പ്രൈസ് എന്ത് ചെയ്തു? ലീഡിങ് മറ്റേ ഡയഗണൽ പാറ്റേൺ ഫോം ചെയ്തായിരുന്നു. സോ അങ്ങനെ ആണെങ്കിൽ ഈ ലോ ബ്രേക്ക് ചെയ്ത്
ഈ ലോ ബ്രേക്ക് ചെയ്താൽ ഈ ബ്ലാക്കിൻ്റെ ലോ, ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ സപ്പോർട്ടിൻ്റെ ഈ ലോ ബ്രേക്ക് ചെയ്താൽ പ്രൈസ് താഴേക്ക് വരുവാണെങ്കിൽ ഈ ലോവും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഈ ലോ ദാറ്റ് മീൻസ് 24,330 ഇതും ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് പിന്നെ സംതിങ് എന്തോ ബിഗർ ഇഷ്യൂ ആണ്. ആ ഒരു സെനറി പ്രൈസ് എന്തായി? ഇത് എ ആയി, ഇത് ബി ആയി ആൻഡ് ഇത് സി. എങ്ങനെ? എ ബി സി. അപ്പോൾ 5 5 മൂവ്സ് ഉണ്ടാവണം, റൈറ്റ്? ബിയിൽ ടൈം ടേക്കിംഗ് പ്ലസ് 5 മൂവ്സ് 3 മൂവ്സ് സംതിങ് ഉണ്ടാവണം, ഓക്കെ. സിയിൽ 5 മൂവ്സ് പ്ലസ് എന്തുണ്ടാവണം? ഡയഗണൽ പാറ്റേൺ. സിയുടെ ലാസ്റ്റിൽ ഡയഗണൽ പാറ്റേൺ ഉണ്ടാവണം 5ാമത്തെ മൂവിൽ. അത് റൂളാണ്. ആ റൂൾ പെർഫെക്റ്റ്ലി ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. എൻഡി ഡയഗണൽ പാറ്റേൺ ഉണ്ടാവണം. സോ 2 സിനാരിയോ ഞാൻ രണ്ടും നിങ്ങളുടെ കൂടെ ഷെയർ ചെയ്തിട്ടുണ്ട്. എന്താ മാർക്കറ്റ് നടക്കുന്നത് നമുക്കത് നോക്കാം. ഇപ്പോൾ പ്രൈസ് എന്താ ചെയ്യുക? പ്രൈസ് ഇവിടെ നിന്ന് ഡയറക്റ്റ്ലി അല്ല വരുന്നത്, ഈ നേച്ചർ വരുന്നത് എ ബി സി ആയിട്ടായിരിക്കും. സോ പ്രൈസ് താഴേക്ക് വന്നിട്ട് ബിയുടെ ബൗൺസ് ആൻഡ് ദെൻ സിയുടെ ഫോൾ, അങ്ങനെ ആയിരിക്കും ഈ പ്രൈസ് വരുന്നത്. ഡയറക്റ്റ്ലി ഈ വരുന്ന ഫോൾ, ഈ ഫോളാണ് ഞാൻ പറയുന്നത്. ഈ ഫോൾ ഡയറക്റ്റ്ലി ഇങ്ങനെ വരത്തില്ല, ബൗൺസ് ആൻഡ് ദെൻ അങ്ങനെ ആയിരിക്കുള്ളൂ. ഡയറക്റ്റ്ലി ഇവിടെ ടച്ച് ചെയ്യാൻ ചാൻസസ് കുറവാണ്. ബിയുടെ ബൗൺസ് ആൻഡ് ദെൻ സി അങ്ങനെ ആയിരിക്കുള്ളൂ, ഓക്കെ. ഫോൾ എപ്പോഴും എങ്ങനെ വരാറുള്ളൂ, ഓക്കെ. ആൻഡ് ദെൻ ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ്റെ അവിടെ നിന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറുവാണെങ്കിൽ നമുക്ക് പറയാം യെസ് ഇറ്റ് വാസ് a 5th മൂവ്. അത് 5th മൂവ് ഇത്ര നേച്ചറിൽ പോകും. 5 മൂവ്സിൽ ഇവിടെ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ 5 മൂവ്സ് അത് മുകളിലേക്ക് 1 2 3 4 5 എടുക്കും. അല്ലെങ്കിൽ താഴേക്ക് വന്നാലും ഇതിൻ്റെ ബിലോ വന്നാലും ബട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യാനേ പാടില്ല. ഏതല്ലോ ഇതാണല്ലോ 24,334, ഓക്കെ. സോ പിന്നെ ഒരു 5th നമ്മൾ ഇപ്പോൾ ഇത് 1 2 3 4 3i 4ൻ്റെ ഫോൾ ഓൺ ഗോയിങ് ആണെങ്കിൽ 4 ഈ സിനാരിയോയിൽ എത്രയേ വരാവുള്ളൂ? 4 38.20% ആണ് കാണിക്കുന്നത്. 50% മാക്സിമം ആണ്. ബട്ട് ലീനിയർ പാറ്റേണിൻ്റെ അത് ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അലൻസ് നമുക്ക് പിന്നെ നോക്കാം. ഫസ്റ്റ് എന്തായാലും പ്രൈസ് ഇവിടെ വരെ വരട്ടെ, ഓക്കെ. ഇത്ര വരട്ടെ എന്നിട്ട് നോക്കാം നമുക്കിപ്പോൾ. ഇൻ കേസ് ഇത് 3ൻ്റെ നമുക്കിത് ചെക്ക് ചെയ്ത് നോക്കാം. 3rd നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഇത് 1 ആണ്. ബിഗർ ടൈം ഫ്രെയിമിൻ്റെ അനാലിസിസ് ആണ് ഇത് നടക്കുന്നുള്ളൂ ഇപ്പോൾ ജസ്റ്റ്, ഓക്കെ. ആൻഡ് 2 3rd എത്ര വരെ പോയി? 50% വരെ. ആകെ 50% പോയിട്ടുള്ളൂ. ഇത് ശരിക്കും ലീഡിയൽ പാറ്റേൺ ആണെങ്കിൽ 61.80% മിനിമം ടച്ച് ആവണം. അതാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത്. നേരത്തെ എൻ്റെ എക്സ്പെക്ടേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്തത് തന്നെ. ദാറ്റ് മീൻസ് 3rd എപ്പോഴും മിനിമം ക്രൈറ്റീരിയ ആണ് 61.80% വരാനുള്ളത്. ഇതാണ് 3rd വേവ്. 61.80% മിനിമം ടച്ച് ചെയ്യണം. ദാറ്റ് മീൻസ് 26,740. അപ്പോൾ ഇത് ലീഡിയൽ പാറ്റേൺ അല്ല. നോക്കാം നമുക്ക് പ്രൈസ് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ച് കയറണുണ്ടോ ഇല്ലയെന്ന്, അതാണ് നമുക്ക് നോക്കാനുള്ളത്. അല്ലെങ്കിൽ ഈ ചാനലിൻ്റെ അടുത്ത് തന്നെ കയറുകയാണെങ്കിൽ നമുക്ക് ഇത് എക്സ്പെക്റ്റ് ചെയ്യാം. ഫോർദർ മൂവി ചാനൽ തന്നെ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ ഫോർദർ വെബ്സൈറ്റ് മൂവ് കണ്ടിന്യൂ ചെയ്യാം. എന്തായാലും നോക്കാം മാർക്കറ്റ് സപ്പോർട്ട് ഇനി സ്മോൾ ടൈം ഫ്രെയിമിൽ വരിക. 1 hour ടൈം ഫ്രെയിമിൽ സപ്പോർട്ട് എങ്ങനെ നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഈ ചാനൽ എന്തായാലും കിട്ടി. ഈ ചാനൽ ആയിരിക്കും നമ്മുടെ മെയിൻ ആൻഡ് മേജർ, ഓക്കെ. ഇനി പ്രൈസ് 5th ഇതാണ് 5th. ഇവിടെ നിന്ന് പോയിരിക്കുന്ന പ്രൈസ് 1 2 3 ആൻഡ് 4th. ഇത് 4th തന്നെയാണെന്ന് പറയാം. ഇത് ഇവിടെ നിന്ന് പോയിരിക്കുന്നത് ഇത് 1 1 2 ഇത് 3 ഇത് ഫുൾ 4th, ഓക്കെ. സോ 4th സപ്പോർട്ട്സ് ആണെങ്കിൽ നമുക്ക് മാർക്ക് ചെയ്യാനുള്ളത് എങ്ങനെയാണ്? ഫ്രം ഈ ലോ ടു ഇത്ര വരെ ആയി പിടിക്കുക. സോ ഇപ്പോൾ നിൽക്കുന്നത് 38.0%. സോ 4th അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇവിടെ വന്ന് സപ്പോർട്ട് എടുക്കണം 5th. യെസ്, ഓക്കെ. 50% മാക്സിമം 50%. അങ്ങനെയാണെങ്കിൽ 50% സപ്പോർട്ടിൽ പ്രൈസ് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറണം. ഞാൻ ജസ്റ്റ് പറഞ്ഞു തരാം എങ്ങനെയാണ് അത്. ഇത് 1 ആയി, ഓക്കെ. ഇത് 2 ആയി, ഇത് 3 പോയി, ആൻഡ് ഇത് ഫുൾ 4th ആണെന്ന് പറയാം. ഇത് ഫുൾ 4th ആണെന്ന് പറയാം. അല്ലെങ്കിൽ ഇവിടെ വരെ 3 ആക്കിക്കോ, ഓക്കെ. ആൻഡ് ഇത് 4th ഓൺ ഗോയിങ് ആണ്, ഓക്കെ. 4th ബട്ട് മാക്സിമം 50% വരാവുള്ളൂ. ആൻഡ് ദെൻ തിരിച്ച് കയറേണ്ടതാണ് 5th മുകളിലേക്ക്. ആ ഒരു സെനാരിയോയിൽ നമുക്ക് പറയാം 5th വീണ്ടും ടച്ച് ചെയ്ത് ഇവിടെ. യെസ്, ഓക്കെ. 5th അപ്പോൾ ലീഡിയൽ പാറ്റേൺ ഫോം ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാവും. ഇതാണ് ഇപ്പോൾ ഇനി ഈ ഒരു 1 hour ടൈമിൻ്റെ അനലൈസിസ്. ദാറ്റ് മീൻസ് നമ്മുടെ 25,670 ഇതാണ് നമ്മളെ ലോ സപ്പോർട്ട്.
ഇതാണ് നമ്മുടെ സപ്പോർട്ട് പ്രൈസ്. ഇനി സപ്പോർട്ട് എടുക്കേണ്ടതാണ് പ്രൈസ് മാക്സിമം ഇവിടുന്ന്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ഇപ്പം നിൽക്കുന്നതും ഒരു സപ്പോർട്ടിലാണ്. നമ്മൾ ഇവിടുന്ന് എക്സാക്ട്ലി ഇവിടെ വരെ ആണെങ്കിൽ 38.0% ഒരു സപ്പോർട്ടാണ്. ബട്ട് അവിടുന്ന് ഒന്നും ഇതുവരെ കാണുന്നില്ല, റൈറ്റ്? ഇപ്പോൾ ഒരു സപ്പോർട്ട് തന്നെയാണ്. ബട്ട് ഈ ലോ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അപ്പോൾ താഴെ വരെ ആ ലോ നമുക്ക് താഴത്തെ ലോ നമുക്ക് 470 നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. 470 വരെ പ്രൈസ് വരാൻ ചാൻസസ് ഉണ്ട്. ഇത്ര 470-75 ആ ഒരു ഏരിയയിൽ റിവേഴ്സൽ എപ്പോഴും പ്ലേ ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറയാനുണ്ട്. എപ്പോഴും പറഞ്ഞു 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ നിന്ന് നോക്കുവാണെങ്കിൽ പ്രൈസ് ഇതിവിടെ നല്ല പിൻബാറാണ് ഫോം ചെയ്തേക്കുന്നത്. അപ്പ് സൈഡിൽ 1 2 3 4 5 ആയിട്ട് കംപ്ലീറ്റ് ചെയ്യാതെ പ്രൈസ് തിരിച്ച് മുകളിലേക്ക് പോവുകയില്ല. ഒറ്റ സ്പീഡിൽ പോവില്ല. ഒറ്റ സിംഗിൾ വേവിൽ പോകാൻ ചാൻസസ് ഇല്ലല്ലോ. നിങ്ങളിപ്പോൾ ഇത്ര നാളായിട്ട് എല്ലാവരും വേവ് കൗണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ വേവിൽ പോകില്ല. ഈ ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഫോം ചെയ്യുന്നുണ്ട് സപ്പോർട്ടിൻ്റെ അവിടുന്ന്. ബട്ട് അവിടുന്ന് 5 മൂവ്സ് കംപ്ലീറ്റ് അവിടെ നിന്നല്ലോ. 5 മൂവ്സ് കഴിഞ്ഞിട്ട് പിന്നെ താഴേക്ക് ഡിഗ്രി ഫോൾ എന്തായാലും തരുമല്ലോ. ഓക്കെ, അല്ലെങ്കിൽ 1 2 ആൻഡ് ഫസ്റ്റ് വേവിൻ്റെ ഹൈ തേർഡ് ക്രോസ് ചെയ്യണമെങ്കിൽ അപ്പോഴും നമുക്ക് പറയാം യെസ് സംതിങ് ബുളിഷ്നെസ് 5 കഴിയാതെ ഡിഗ്രി കംപ്ലീറ്റ് ആവത്തില്ല. ഡിഗ്രി മീൻസ് 5 മൂവ്സ് മിനിമം. ഓക്കെ, സോ നോക്കാം. ഈ 2 സപ്പോർട്ട്സാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത്. പിന്നെ എപ്പോഴും ഫോൾ നമ്മളിപ്പോൾ പ്രൈസ് നോൺ സ്റ്റോപ്പ് വന്നുകൊണ്ടിരിക്കുകയാണ് ഫോൾ. സോ എപ്പോഴും കൗണ്ട് ചെയ്യുന്നത് ഫോളാണ് മോസ്റ്റ്ലി. നമ്മളെല്ലാവരും അത് ശ്രദ്ധിക്കാറില്ല. ഇപ്പോൾ ഈ വരുന്ന ഫോൾ ഉണ്ടല്ലോ, ഫോൾ എപ്പോഴും നമ്മൾ നോക്കുക പ്രൈസ് എങ്ങനെയാണ് വരുന്നത്. ഇത് കണ്ട 1 2 3 4 5th ലെഗ് ഓൺ ഗോയിങ് ആണ്. അതാണ് നമുക്ക് കൗണ്ട് ചെയ്യാം. താഴെ നിന്ന് വരുന്ന ഫോൾ ഏത് നേച്ചറിലാണ് വരുന്നത്, എങ്ങനെയാണ് വരുന്നത്. സോ അത് വരികയാണെങ്കിൽ നമുക്ക് നോക്കാം ബുള്ളി സൈഡിലൊക്കെ. അല്ലെങ്കിൽ ഇത് താഴേക്ക് ഓൺ ഗോയിങ് ഫ്ലോയിങ് ആണ്. ഏത് സ്പീഡിൽ വരുന്നത്, ഏത് നേച്ചറിലാണ് വരുന്നത്, അത് നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് എക്സാക്ട്ലി പിടികിട്ടും. ചില സമയത്ത് കൺഫ്യൂസ് ചെയ്യും. നമ്മൾ റെഗുലർ നോക്കിക്കൊണ്ടിരുന്നാൽ നമുക്കത് ക്ലിയർ ആവും. എന്തായാലും നിഫ്റ്റിയുടെ സ്മോൾ ടൈം ഫ്രെയിം ഡേ ആൻഡ് ബിഗർ ടൈം ഫ്രെയിം ഡേ അനാലിസിസ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, റിവേഴ്സൽ ഇപ്പോഴും സ്റ്റിൽ ഒന്നും കാണുന്നില്ല. നോക്കുക, ഒരു പൊടിക്കില്ല. ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺ ഇവിടെ ഫോം ചെയ്തു. ബട്ട് പ്രൈസ് 1 2 3 4 ഇല്ലാണ്ട് കയറത്തില്ല. ഓക്കെ, ഇതില്ലാതെ പ്രൈസ് കയറത്തില്ല. സ്മോൾ ടൈം ഫ്രെയിമിൽ ഇപ്പോൾ ഇൻട്രാഡേ പർപ്പസിൽ എനിക്ക് പറയാനാണെങ്കിൽ പ്രൈസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇവിടെ തന്നെയാണ് ഫേസ് ചെയ്യുന്നത്. 26,735 ആയിരിക്കും ഫസ്റ്റ് നിയറസ്റ്റ് റെസിസ്റ്റൻസ്. ഓക്കെ, അത് ഞാൻ വെറുതെ ഇങ്ങനെ മാർക്ക് ചെയ്തേ കേട്ടോ. അത് ഈ ഒരു ലെവൽ. ഓക്കെ, ഇതിങ്ങനെ മാർക്ക് ചെയ്ത് ഫസ്റ്റ് റെസിസ്റ്റൻസ് ആണ് പ്രൈസിൻ്റെ. ഇത് റെഡാക്കി മാർക്ക് ചെയ്തത്. ഓക്കെ, സോ പ്രൈസ് ഫസ്റ്റ് റെസിസ്റ്റൻസ് ഇത് ഫേസ് ചെയ്യും. പിന്നെ ഡിപ്പ് തന്നെ തിരിച്ച് മുകളിലേക്ക് ഇത് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ദാറ്റ് മീൻസ് ഇത് 1 ആയി 2 ആൻഡ് തേർഡ് ഇങ്ങനെ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബൗൺസ് നമുക്ക് കിട്ടും. ഫസ്റ്റ് ബൗൺസ് തന്നെ പറയുള്ളൂ. ഞാൻ റിവേഴ്സൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ആ ബൗൺസ് ചെയ്ത് നേച്ചറിലാണ് പോകുന്നത്. കാരണം ബുള്ളിഷ് ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേണായി നിയർ നമ്മുടെ ഇത് സപ്പോർട്ട്. സോ അത് നോക്കാം. എൻ്റെ പ്രൈസ് മുകളിലേക്ക് പോയിരിക്കുന്നത് എങ്ങനെയാണ് നോക്കുക. 1 2 3 4 5 വെരി ഗുഡ്. പ്രൈസ് പോകുന്നത് ഓക്കെ. സ്മോൾ ടൈം ഫ്രെയിമിൽ അങ്ങനെയാണ് പോകുന്നത്. ഇനി നമ്മുടെ 5 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ ഡെവലപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ല എന്ന് നമുക്ക് നോക്കാനുള്ളതാണ്. ഓക്കെ, സോ നിഫ്റ്റിയിൽ ഇത്രേ ഉള്ളൂ. ഒത്തിരി അത്യാവശ്യം നല്ലൊരു ലോങ് വീഡിയോ ആയി ബാങ്ക് നിഫ്റ്റി നോക്കാം. ഭയങ്കരമായിട്ട് ബ്ലീഡ് നടക്കുന്നുണ്ട്, ഒന്നും പറയണ്ട. ഒക്കെ ഓരോ ന്യൂസ് ബേസിലാണ് നടക്കുന്നത്. നടക്കട്ടെ, കുഴപ്പമൊന്നുമില്ല. നമുക്ക് എന്തായാലും നമ്മൾ അനാലിസിസ് വിട്ടുകളയണ്ട. ഇനി ABC ഇത് ഫുൾ സി കംപ്ലീറ്റ് ആയി ഡിഗ്രിയുടെ ഫോളാണ് ബാങ്ക് നിഫ്റ്റിയിൽ വരുന്നത്. യെസ്, 81.20% ആണ് ലാസ്റ്റ് സപ്പോർട്ട് ഇതിൻ്റെ. ഓക്കെ, ആൻഡ് ദെൻ 100% റേഷ്യോ ആണ്. ബുള്ളിഷ്നെസ് ഇത് കഴിഞ്ഞാൽ ഇതിന് ബ്രേക്ക് ഔട്ട് ആയാൽ മാത്രമേ ബുള്ളിഷ്നെസ് ഉണ്ടാവുകയുള്ളൂ നമ്മുടെ ബാങ്ക് നിഫ്റ്റിയിൽ. അല്ലെങ്കിൽ ബുള്ളിഷ്നെസ് ഈസി ഒന്നും കിട്ടാൻ ചാൻസസ് കുറവാണ്. ഇതിൻ്റെ എന്തോ റീടെസ്റ്റ് കൂടി വരുന്നുണ്ട് ഈ ഏരിയയിൽ. യെസ്, സോ 81.0% വരെ ചിലപ്പോൾ വന്നാൽ റിവേഴ്സൽ കിട്ടുവാണെങ്കിലും ഓക്കെ. അല്ലെങ്കിൽ പിന്നെ ഇത് കൂടി ബ്രേക്ക് ചെയ്യുക, പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. പിന്നെ 100% ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. 100% ഇത് ബ്രേക്ക് ചെയ്താൽ പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് കിട്ടും. സെൻസെക്സ് ഇതും ഒക്കെ ബ്രേക്ക് ചെയ്ത് സപ്പോർട്ട് ട്രെൻഡ് ഇതൊക്കെ എല്ലാം ഇതെല്ലാം ഇതിനകത്ത് ഡിലീറ്റ് ചെയ്യാനുള്ളതാണ്.
ഇനി സെൻസെക്സിൽ പറയാനുള്ളത് എന്താ, ഇത് ഇങ്ങനത്തെ ഒരു ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്, റൈറ്റ്. ഇതെടുക്കുക, ഇതിൻ്റെ കോപ്പി എടുക്കുക, ക്ലോൺ, ദെൻ താഴേക്ക് വെക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ഇനി തിരിച്ച് കയറുവാണെങ്കിൽ മാത്രമേ ഒരു ഫുൾ സൈൻ കിട്ടുകയുള്ളൂ. ഓക്കെ, ഫോൾ ഇങ്ങനെ വരുന്നു, അത് നമുക്ക് റീഡ് ചെയ്യാം. ഫോൾ ഫസ്റ്റ് വന്നത് ABC ആയിട്ട്, ഇത് കണ്ടോ, ABC ആയിട്ട് താഴേക്ക്. ഓക്കെ, ABC താഴേക്ക് വന്നതാണ്. ഓക്കെ, ABC കഴിഞ്ഞാൽ എന്തായി, A ആയി. ABC ആയിട്ട് മുകളിലേക്ക് പോയി 1 2 3 4 5 ആയിട്ട് ഇത് B ആയി. ആൻഡ് സിയുടെ ഫോൾ ഓൺ ഗോയിങ് ആണ്. സിയുടെ ഫോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെ നോക്കുന്നത്, സിയുടെ ഫോൾ എക്സ്റ്റൻഷൻ ഫിബൊനാച്ചി വെച്ചിട്ടാണ്. ഓക്കെ, സോ 1 2 and 3. യെസ്, 127% എക്സാക്ട്ലി ഏരിയയാണ് സപ്പോർട്ട് ഏരിയ. അത് കഴിഞ്ഞിട്ട് ടൈം ടേക്കിംഗ് ആയിരിക്കും, ഈസി കിട്ടത്തില്ല, ഡയറക്റ്റ്ലി റിവേഴ്സൽ. ഇവിടുന്ന് സ്മോൾ ടൈം ഫ്രെയിമിൽ സപ്പോർട്ടാണ് ഇത്, ഇത് 127. പിന്നെ ഇവിടുന്ന് ചിലപ്പോൾ ABC ആൻഡ് താഴേക്ക് സിയിൽ 5 മൂവ്സ് ഉണ്ടാവണമല്ലോ. സോ ഇങ്ങനെ ടൈം ടേക്കിംഗ് ആയിരിക്കും ഇവിടെ തന്നെ എവിടെയെങ്കിലും. ആൻഡ് ദെൻ 161.80% 200% ചിലപ്പോൾ ടച്ച് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ടാകും അപ്കമിങ് ടൈമിൽ. സപ്പോർട്ട്, സോ സ്മോൾ ടൈം ഫ്രെയിമിൽ എക്സാക്ട്ലി സപ്പോർട്ടിൻ്റെ അവിടെ നിൽക്കുന്നു. ഓക്കെ, സോ ഇത്രേ ഉള്ളൂ ഇതിനകത്ത്. ഇനി ഇതിനകത്ത് മേ ബി ഇവിടെ നിന്ന് സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുവാണെങ്കിൽ നമുക്ക് ബൗൺസ് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും സെൻസെക്സിൽ. ഇങ്ങനെ നോക്കുക. പ്രൈസിൻ്റെ ഫോൾഡ് കണ്ടോ, 1 ആണ്. സോ ഇത് 1 സ്മോൾ ടൈം ഫ്രെയിമിൽ ഇതിനെ നോക്കിയിട്ടേ പ്ലേ ചെയ്യാവുള്ളൂ. ബൗൺസ് കിട്ടുവാണെങ്കിൽ സോ ഇത് 1 2 ബൗൺസ് വരും. പിന്നെ 3 4 5 നമുക്ക് അപ്കമിങ് ടൈമിൽ കിട്ടാനുള്ള ചാൻസസ് ഇതിനകത്തുണ്ടാകും. വേഗം സെൻസെക്സ് അനാലിസിസ് കിടക്കാം. കഴിഞ്ഞു. ഇനി മിഡ് ക്യാപ് നിഫ്റ്റിയുടെ അനാലിസിസ്. പിന്നെ ക്രൂഡ് നമുക്ക് ട്രയാങ്കിളിൻ്റെ ബ്രേക്ക്ഔട്ട് കിട്ടി ആൻഡ് ദെൻ ഫോൾ. ഓക്കെ, നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ അത്യാവശ്യം നല്ലൊരു ഫോളാണ്. നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രൈസ് എന്തായി, A and B. ഓക്കെ, and C ഓൺ ഗോയിങ് ആണ് സ്റ്റിൽ. ഒരു സപ്പോർട്ട് ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ഇതൊക്കെ വരുന്നത് എല്ലാം ഐ തിങ്ക് ബൗൺസ് ആയിരിക്കുള്ളൂ അപ്കമിങ് ടൈമിൽ. ഡയറക്റ്റ്ലി റിവേഴ്സൽ, ഈസി അല്ല, നോക്കേണ്ടി വരും. യെസ്, ഇതാണ് സപ്പോർട്ട് ലൈൻ. അതിൻ്റെ കോപ്പി തന്നെയാണ് മോൾഡിങ്. യെസ്, അത് തന്നെ, അതായിരുന്നു ടൈപ്പ് ഓഫ് ചാനൽ. ഓക്കെ, സോ സപ്പോർട്ട് എടുത്ത് തിരിച്ചു കയറിയാൽ ഓക്കെ. അല്ലെങ്കിൽ ബൗൺസ് വന്നു കഴിഞ്ഞിട്ട് വീണ്ടും ഇത് ബ്രേക്ക് ഡൗൺ ചെയ്യുകയാണെങ്കിൽ പിന്നെ ഫോർത്ത് നമുക്ക് ഫോൾ കിട്ടാനുള്ള ചാൻസസ് ഉണ്ടാകും. ഓക്കെ, കാരണം വെച്ചാൽ ഇത് എത്രയാമത്തെ ബൗൺസാണ്, 1 2 3 A B C. ഓക്കെ, സ്ട്രക്ചർ ഇതിൻ്റെ ബില്ലോ വീക്ക് ആവുള്ളൂ. ഓക്കെ, റൈറ്റ്. അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് തന്നെ കൺസൾട്ടേഷനോ ടൈം പാസ് ആവാൻ ചാൻസസ് ഉണ്ട്. ഇതിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ഈ ചാനലിൻ്റെ ബ്രേക്ക് ഡൗൺ ആയാൽ ഫോർ ഡൗൺ സൈഡിൽ നമുക്ക് കിട്ടും നിഫ്റ്റി മിഡ് ക്യാപ് സെലക്റ്റിൽ. ഓക്കെ, 1 അവറിൽ ഇതിനകത്ത് വേറൊന്നും ഇതിനകത്ത് കാണുന്നില്ല. ABC സ്ട്രക്ചറാണ് മൊത്തം കാണുന്നത് ഇതിനകത്ത്. ABC തന്നെ. സോ ഇതിനകത്ത് വേറെ ഒന്നും ഇപ്പോൾ അനലൈസിസ് ചെയ്യാനില്ല. ഓക്കെ, ഇതിൻ്റെ അകത്താണെങ്കിൽ കൺസൾട്ടേഷൻ പീരീഡ് ഇതിൻ്റെ അകത്ത്. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും താഴെ ഇതിൻ്റെ ബിലോ പോയ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ ബിലോ പിന്നെ ഫർദർ ഡൗൺ സൈഡ് നമുക്ക് ഇതിനകത്ത് കിട്ടാൻ ചാൻസസ് ഉണ്ടാകും. വേഗം ക്രൂഡ് അനാലിസിസ് എടുക്കാം. ക്രൂഡ് പെർഫെക്റ്റ്ലി താഴേന്ന് ഈ ഒരു ഏരിയയിൽ നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്തായിരുന്ന സപ്പോർട്ട് സോണാണ്. എക്സാക്ട്ലി സപ്പോർട്ട് എടുത്ത് ദെൻ വീണ്ടും ബൂം ബ്ലാസ്റ്റ്, അടിപൊളി ബ്ലാസ്റ്റാണ് കിട്ടിയേക്കുന്നത്. കണ്ട ഈ ഒരു ബ്ലാക്ക് ട്രെൻഡ് ലൈൻ, ഇതൊരു സിനാറിയോ. ഞാൻ ടൈപ്പ് ഓഫ് ചാനലല്ല, ഇത് എക്സ്പാൻഡിങ് ചാനൽ എന്ന് പറയാം. ഓക്കെ, സപ്പോർട്ട് തിരിച്ച് മൂവ്മെൻറ്റ് അടിപൊളി റെസിസ്റ്റൻസ് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ബിഗ് ടൈം ഫ്രെയിമിൽ നമ്മൾ ലാസ്റ്റ് ഷെയർ ചെയ്തത് ഇവിടുന്ന് ഈ ഒരു ഇതിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി നെക്സ്റ്റ് എന്താണെന്നാണ് നോക്കുന്നത്, ക്രൂഡ് ഓയിൽ അനാലിസിസ് എടുക്കാം. ക്രൂഡ് നല്ലപോലെ മൂവ് തരുന്നുണ്ട്. ഇനി ക്രൂഡിൽ പറയാനുള്ളത്, ഇതിൻ്റെ അബവ് പോവുകയാണെങ്കിൽ പ്രൈസ് ബിഗ് ടൈം ഫ്രെയിമിൽ ബുള്ളിഷ് ആവാനുള്ള ചാൻസസ് ഉണ്ടാകും. ഈ റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ്റെ. യെസ്, ഓക്കെ, ഇതിൻ്റെ ഇതുള്ളൂ എനിക്ക് പറയാനുള്ളത്. സപ്പോർട്ട് ഇനി ഇതാണ്, ഇത് ബ്രേക്ക് ചെയ്യാനേ പാടില്ല ക്രൂഡിൻ്റെ. ഇനി നമുക്ക് കൗണ്ട് ചെയ്യാനുള്ളത് ഈ ഒരു സിംഗിൾ ലെഗ് മാത്രം. ഇവിടുന്ന് സപ്പോർട്ട് തിരിച്ച് മുകളിലേക്ക് ഡൗൺ ആൻഡ് ദെൻ വീണ്ടും ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഓർ തേർഡ് വേവിൽ എൻറ്റേർഡ് ആയി എന്ന് പറയാം ക്രൂഡ് ഓയിൽ. ഓക്കെ, സ്മോൾ ടൈം ഫ്രെയിമിൽ. ബിഗർ ടൈം ഫ്രെയിമിൽ സ്റ്റിൽ 1 കഴിഞ്ഞ് 2 സ്റ്റിൽ. ഇത് ഇവിടെ നിന്ന് കൗണ്ട് ചെയ്യണമെങ്കിൽ ഇത് 1 ഇത് 2. ഇത് 1 2 എന്നല്ല, ഇത് ശരിക്കും ഞാൻ കൗണ്ട് ചെയ്യുന്നത് ഇതിങ്ങനെ ആയിരിക്കും. A ഇത് B എപ്പോഴും ടൈം ടേക്കിംഗ് ആയിരിക്കും. ഒത്തിരി ടൈം കൺസൾട്ടേഷൻ എടുക്കും. 1 ഡേ അകത്ത് ആയിരിക്കും. 1 ഡേ ഹൈ ബ്രേക്ക് ചെയ്യുക, ലോ ബ്രേക്ക് ചെയ്യില്ല. ആ വീഡിയോസ് ഓൾറെഡി ഷെയർ ചെയ്തിട്ടുണ്ട്.
സോ ലേണിംഗ് വീഡിയോസ് ഇഷ്ടംപോലെ ഉണ്ട്, അത് കാണുക. സോ ഇത് ഇത് എ, ഇത് ബി. സിയിൽ 5 മൂവ്സ് ഉണ്ടാവും. സോ 5 മൂവ്സ് നോക്കാം മിനിമം. ഓക്കെ, ഇപ്പോൾ ഇതിനകത്ത് നമുക്ക് 1 2 തേർഡിൽ എൻറ്റേർഡായി. യെസ്, തേർഡിൽ എൻറ്റേർഡായി. സ്മോൾ ടൈം ഫ്രെയിമിൽ അനാലിസിസ് ചെയ്യുക, അതാണ് തേർഡിൽ എൻറ്റേർഡായി. ഇനി നോക്കാനുള്ളത് എങ്ങനെയാണ് പ്രൈസ് ഇവിടുന്ന് ഡയറക്റ്റ്ലി കയറിയത് 1 2 3 4 5 റെസിസ്റ്റൻസിലാണ് കേട്ടോ പ്രൈസ്. സോ ക്രൂഡ് ഓയിൽ ഇനി നമുക്ക് സ്മോൾ ടൈം ഫ്രെയിമിൽ നോക്കാനുള്ളത് ഈ ഹൈ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ ഐ തിങ്ക് മേ ബി സം പ്രോഫിറ്റ് ബുക്കിംഗ്. ഓക്കെ, അതിൻ്റെ ഫർദർ ലെവൽസാണ് ഇത്. ബുള്ളിഷ്നെസ് ഈ ബ്ലാക്ക് ട്രെൻഡ് ലൈൻ, റെസിസ്റ്റൻസ് ട്രെൻഡ് ലൈൻ, ബ്ലാക്ക് റെസിസ്റ്റൻസ്, ദാറ്റ് മീൻസ് 5400 അബവ് പ്രൈസ് പോവുകയാണെങ്കിൽ ബുള്ളിഷ്നെസ് ഫർദർ കിട്ടും. അല്ലെങ്കിൽ സം പ്രോഫിറ്റ് ബുക്കിംഗ് നമുക്ക് വരാൻ ചാൻസസ് ഉണ്ട്. ആ സപ്പോർട്ട്സ് ലെവൽ ഇതാണ്. ഓക്കെ, ഇതാണ് 23.60% ഇതൊക്കെ എല്ലാം. കാരണം വെച്ചാൽ നമ്മൾ ഇൻ്റർണൽ മൂവ്സ് നോക്കുകയാണെങ്കിൽ 1 2 3 4 and 5 അത് തന്നെ. ഈ ഹൈ ബ്രേക്ക് ചെയ്തില്ലെങ്കിൽ, ഹൈ ബ്രേക്ക് ചെയ്താൽ ഫർദർ സൈഡ് കിട്ടും. അപ്പോൾ മേജർ നമുക്ക് ബുൾ സൈഡ് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. ആൻഡ് ഫർദർ റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്, ഓൾറെഡി മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, സോ അങ്ങനെ നോക്കുക. സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യേണ്ട, ഐ തിങ്ക് ഇതിനകത്ത് കാണുന്നുണ്ടല്ലോ. ഇതുപോലെ തന്നെ അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തം മൂൺ ചാർട്ടിൽ ഇത് മാർക്ക് ചെയ്താൽ മതി. ഓക്കെ, മിനിമം റേഷ്യോസാണ്. ഒത്തിരി ഇത് പോയിട്ടുണ്ട്, ഹ്യൂജ് ഫോളോ ഒന്നും കാണേണ്ട. ബട്ട് യെസ്, പ്രോഫിറ്റ് ബുക്കിംഗ് വരേണ്ടതാണ്. ഓക്കെ, ഒത്തിരി ഹ്യൂജ് ഇതിനകത്ത് കാരണം വെച്ചാൽ അത്യാവശ്യം ബുള്ളിഷിലേക്ക് പോയേക്കാണ്. സോ മിനിമം റേഷ്യോസാണ് 23.60%. സോ ഇത്രയും തിരിച്ച് കയറാറുണ്ട് മാർക്കറ്റ്, ശ്രദ്ധിക്കുക എല്ലാം കൂടി. ഓക്കെ, സോ സീനി നെക്സ്റ്റ് വീഡിയോ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യാൻ മറക്കണ്ട. എല്ലാവരും ലൈക്ക് ചെയ്യുക കേട്ടോ. താങ്ക് യു സോ മച്ച്.